മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് കിരീടാവകാശിയോടും ഒമാൻ ഭരണാധികാരിയോടും ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക അറിയിച്ചു. ഇന്ത്യക്കാരുടെ സുരക്ഷയും ചർച്ചയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീത വി.ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ഈ ഗൾഫ് മേഖലയിലെ എല്ലാ രാജ്യങ്ങളുമായും അവിടുത്തെ രാഷ്ട്രത്തലവന്മാരും ഇന്ത്യയിൽ നിന്നുള്ള ഈ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ അത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന പോലെ വലിയൊരു ഇന്ത്യൻ ഡയസ്പോറ, ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് പേർ അവിടെ താമസിക്കുന്നുണ്ട്, അവിടെ ജോലിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് രാജ്യത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നറിയുന്നത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയായി, അനുകൂലമായി എന്തെങ്കിലും നിലപാടുകൾ മറ്റു രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസി, അതത് രാജ്യങ്ങളിലുള്ള എംബസി ഇന്ത്യക്കാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അല്പസമയം മുൻപും സമാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, എല്ലാ ആളുകളും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എംബസി മുഖാന്തരം തന്നെ ആളുകൾക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ അത് വലിയ പ്രതീക്ഷയും ഒപ്പം തന്നെ വലിയ ആശ്വാസവും കൂടിയാണ്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കുവൈറ്റ് കിരീടാവകാശി ഒപ്പം തന്നെ ഒമാൻ ഭരണാധികാരി എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇരു നേതാക്കളുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യക്കാരുടെ സുരക്ഷ, ഈ ഇരു മേഖലകളിലുമുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയും അവരുടെ ക്ഷേമവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഒമാൻ ഭരണാധികാരി ഹൈതം ബിൻ താരിഖ് ഒപ്പം തന്നെ ഈ കുവൈറ്റ് കിരീടാവകാശി എന്നിവരുമായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. സംഘർഷം തുടരുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി ഇരു നേതാക്കളുമായി സംസാരിക്കുകയും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒപ്പം തന്നെ ആക്രമണങ്ങളിൽ അദ്ദേഹം ആശങ്ക അറിയിക്കുകയും ചെയ്തത്. ഒപ്പം ഇരു രാജ്യങ്ങളിലുമുള്ള ഇന്ത്യൻ സമൂഹം, അവരുടെ സ്ഥിതിഗതികൾ നിലവിൽ എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. അവരുടെ സുരക്ഷ, അവരുടെ ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വിനീത വി.ജിയാണ് ഡൽഹിയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.